മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത ഒരു ദിക്റിനെ പറ്റി മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ ദിക്റിൻ്റെ പ്രത്യേകത എന്താ? ഇത് മലക്കുകൾക്ക് വേണ്ടി ചൊല്ലാൻ പ്രത്യേകമായി പരിചയപ്പെടുത്തി കൊടുത്ത ദിക്റാണ്. അപ്പോൾ മലക്കുകൾ ചൊല്ലിയാൽ പോരെ എന്നല്ല, മറിച്ച് അത്ര പവറുണ്ട് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. ആ ചൊല്ലുന്ന ദിക്റിന് അത്ര ശ്രേഷ്ഠതയുണ്ട് എന്ന്. ആരെങ്കിലും ഒരാൾ ഈ ഒരു ദിക്ർ പതിവാക്കാൻ അവസരം കിട്ടിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അംലാക്കുകൾക്ക് ചെയ്തു കൊടുത്തതുപോലെയുള്ള ഒരു നിഅമത്ത്, അംലാക്കുകൾക്ക് ചെയ്തു കൊടുത്ത നിയമത്ത് എന്താ? അവർ പാവസുരക്ഷിതരായിരുന്നു എന്ന. അതുമാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എളുപ്പം ചെയ്തു കൊടുത്തു. ഇത്തരത്തിൽ അയാളുടെ ജീവിതത്തിൽ എളുപ്പം ചെയ്തു കൊടുക്കും, അയാളുടെ അമലുകളിൽ അള്ളാഹു എളുപ്പം ചെയ്തു കൊടുക്കും, ഉയർച്ച നൽകും, അള്ളാഹു അയാളെ പുരോഗതിയിൽ എത്തിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ വിശേഷിപ്പിച്ച, പഠിപ്പിച്ചു തന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബിക്ക് പരിചയപ്പെടുത്തി കൊടുത്ത മഹത്തായ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോ നമുക്ക് കേൾക്കാം. വീഡിയോ മുഴുവനായി കേൾക്കുക. ഒരു അമലാണ്, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ, വന്നുപോയ മുഴുവൻ അപാകതകളും മാപ്പ് ചെയ്തു തരുമാറാകട്ടെ. പരിശുദ്ധമായ ദിനരാത്രങ്ങൾ, പരിശുദ്ധമായ റജബ് മാസത്തിലെ പവിത്രമായ ദിനങ്ങളാണ് നമ്മളിൽ നിന്ന് കഴിഞ്ഞു പോകുന്നത്. അള്ളാഹു നമ്മൾ ചെയ്യുന്ന മുഴുവൻ അമലുകളെയും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങൾ പറഞ്ഞവരുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, കൂടെ സന്തോഷ വാർത്തകൾ അറിയിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈർ നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. എന്താണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ബറക്കത്തുണ്ടാകാനും ഖൈറുണ്ടാകാനും ചെയ്യേണ്ടത്? റബ്ബിനോട് ചോദിക്കണം, അല്ലാതെ ഇവിടുന്ന് കിട്ടാനാ? അള്ളാഹിനോട് ചോദിച്ചാലേ കിട്ടുകയുള്ളൂ. അല്ലാതെ ഇപ്പം എന്തെങ്കിലും ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും, എന്ത് പ്രതിവിധി ചെയ്താലും, എന്ത് പരിഹാരം ചെയ്താലും അതിന് ഫലം നൽകേണ്ടവൻ അള്ളാഹുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റാഹത്തായി കിട്ടാൻ റബ്ബിനോട് എപ്പോഴും ദ്വാരക്കണം. ഹബീബായ നബി തങ്ങൾ ഒരിക്കൽ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട്. യാ അബൂദർ, മോനെ അബൂദറെ. ഖുൽതു യാ റസൂലല്ലാഹ്. എന്താ നബി തങ്ങൾ വിളിച്ച്? അള്ളാഹിൻ്റെ റസൂലേ, നബിയേ. നബി തങ്ങളോട് അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കാനുണ്ട്, നബി എനിക്കൊരു കാര്യം ചോദിക്കാണ് തങ്ങളോട്. എന്താണ് അബൂദറെ, എന്താണ് നിങ്ങൾക്ക് ചോദിക്കാനുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂദർ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അയ്യുൽ കലാമി അഹബ്ബു ഇലല്ലാഹ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വാചകം ഏതാണ് നബിയെ? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്ക് ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി അവിടെ നിന്നൊന്നും ആലോചിച്ചില്ല. അവിടുന്ന് പറയണത് മസ്തഫ അല്ലാഹു തആല ലി മലായികത്തി. അള്ളാഹുവിൻ്റെ മലക്കുകളുണ്ടല്ലോ, ഈ അംലാക്കുകൾക്ക് പാപങ്ങളൊന്നും ചെയ്യാത്ത മഹാനായ മുഖറബുൽ അംലാക്ക് ജിബിരീൽ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ, അവർക്ക് പറഞ്ഞുകൊടുത്ത, അവർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത ഒരു കെലിമത്തുണ്ട്, ഒരു പദമുണ്ട്. അതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അയ്യുൽ കലാം, നബി ഏതാണ് ആ കലാം, ഏതാണ് ആ വാചകം? ആർക്ക്? ജിബ്രീലിനും മീകായിലിനും അസ്രായിലിനും ഇസ്രാഫീലിനും തുടങ്ങിയിട്ട് മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, നമുക്കറിയുന്ന പേരുകളാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള അംലാക്കുകൾക്ക് ഒന്നടങ്കം അള്ളാഹു തെരഞ്ഞെടുത്ത് ചൊല്ലാനായി കൊടുത്ത ഒരു ദിക്ർ, അതിനെത്ര പവറുണ്ടാകും? മലക്കുകളുടെ എണ്ണം നമുക്കറിയോ? ഇല്ല. കോടാനുകോടി എന്ന് പറയുന്ന കണക്ക് വെറും ഒരു ചെറിയ കണക്ക് മാത്രമാണ്. അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. ബൈത്തുൽ മഅമൂർ എന്ന ഒരു കെട്ടിടം, ഒരു ബിൽഡിങ്, ഒരു കൊട്ടാരം അല്ലാഹു സുബ്ഹാനഹു വ തആല പണിതു. എന്നിട്ടോ ആ കൊട്ടാരം പണിഞ്ഞിട്ട് ആ കൊട്ടാരത്തിലേക്ക് എല്ലാ ദിവസവും 70,000 മലക്കുകൾ പ്രവേശിക്കും. 70,000 മലക്കുകൾ ആ കൊട്ടാരത്തെ ഒന്ന് തവാഫ് ചെയ്യും. എന്നാൽ ഒരു തവണ ഒരു ദിവസം കടന്ന മലക്കുകൾ, തവാഫ് ചെയ്ത മലക്കുകൾ പിന്നീട് ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? ആ ബൈത്തുൽ മഅമൂർ കയറുകയോ അതിൽ തവാഫ് ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാലോ ഈ ഒരു പ്രക്രിയ എല്ലാ ദിവസവും ബൈത്തുൽ മഅമൂർ പടയ്ക്കപ്പെട്ടതു മുതൽ ഇന്നോളം, ഇനി ഖിയാമത്ത് നാൾ വരെ നടന്നുകൊണ്ടേയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മലക്കളുടെ എണ്ണം. ഓരോ ദിവസവും 70,000. അത് ബൈത്തുൽ മഅമൂറിന് വേണ്ടി മാത്രമാണ്. അർശിനെ ചുമക്കുന്ന മലക്കുകളുണ്ട്, അല്ലേ? അള്ളാഹുവിൻ്റെ അർശും കുർസിയും കൈകാര്യം ചെയ്യുന്ന, അത് ചുമന്ന് വഹിച്ച് നടക്കുന്ന മലക്കുകളുണ്ട്. സുജൂദിൽ കഴിയുന്നവർ, റുക്കൂയിൽ കഴിയുന്നവർ, അതുപോലെ ഈ ഭൂമിയിൽ നമ്മുടെ കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച ആളുകൾ. ഇത്തരത്തിൽ മലക്കുകളുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഈ മലക്കുകൾക്കെല്ലാം അള്ളാഹു കൊടുത്ത ഒരു കലാം, അത് പവറുള്ള കലാമായിരിക്കുമല്ലോ, ഒരു മഹത്തുള്ള കലാമായിരിക്കുമല്ലോ. ഏതാണെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങളുടെ മറുപടി സുബ്ഹാന റബ്ബി വബിഹംദിഹി
സുബ്ഹാന റബ്ബി വബിഹംദിഹി. എന്താണ് ആ കലാമ്? നമ്മൾ സാധാരണ നിസ്കാരത്തിൽ റുകൂഇലും സുജൂദിലുമൊക്കെ ചൊല്ലുന്നൊരു ദിക്റുണ്ട്. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. ഈ ഒരു ദിക്റിൻ്റെ ഈ അലീം അൽ അഅല എന്നുള്ള പദങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് സുബ്ഹാന റബ്ബി വബിഹംദിഹി, സുബ്ഹാന റബ്ബി വബിഹംദിഹി. ഈ ഒരു ദിക്റാണ് മലക്കുകൾക്ക് വേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്തു കൊടുത്തത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു അത്രയും പവർ കൊടുക്കുമെന്ന, അത്രയും മഹത്വം കൊടുക്കുമെന്ന്, സ്ഥാനം കൊടുക്കുമെന്ന. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് റാഹത്തായി കിട്ടണ്ടേ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് വിജയിച്ച് കിട്ടണ്ടേ, ചെയ്യുന്ന കാര്യത്തിന് ഒരു ഫത്ഹ് ഉണ്ടാകണ്ടേ, അതിനെന്ത് വേണം? അള്ളാഹുവിൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്ന ഈ ഒരു മഹത്തായ ദിക്ർ നമ്മുടെ കൂടെ കൊണ്ടുനടക്കാം. ചെല്ലാൻ വളരെ എളുപ്പമുള്ള, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെല്ലാൻ പറ്റുന്ന ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്റാണ് സുബ്ഹാന റബ്ബി വബിഹംദിഹി. അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം മഹാനായ അബൂദർ റളിയല്ലാഹുവിനോട് പറയാണ്, എൻ്റെ ജീവിതത്തിൽ പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ടില്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ പിന്നെ അത് ഒഴിവാക്കിയിട്ടില്ല. നമ്മളിപ്പോൾ കേട്ടു, നമ്മളിത് ഒരു ദിവസമെങ്കിലും മര്യാദയ്ക്ക് ചൊല്ലിയാൽ നമ്മൾ വിജയിച്ചു. അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. അബൂദർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ പിന്നീട് വഫാത്താകുന്നത് വരെ അത് പതിവായി നിരന്തരം ചൊല്ലിയിരുന്നു എന്ന് അവിടുത്തെ ജീവചരിത്രത്തിൽ കാണാം. അവിടുന്ന് തന്നെ പറയുകയാണ്, അള്ളാഹു എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ ഖൈർ നൽകട്ടെ. ദിക്റുകൾക്കുള്ള സ്ഥാനമാണ് ഈ ഒരു സുബ്ഹാന റബ്ബി വബിഹംദിഹി എന്ന ദിക്ർ. ഇപ്പം നമ്മൾ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി എന്നുള്ള സുബ്ഹാന റബ്ബിയൽ അഅല എന്നൊരു ദിക്റിൻ്റെ മഹത്വം നമ്മുടെ വീഡിയോയിൽ ചാനലിൽ മുമ്പ് പറഞ്ഞിരുന്നു. മഹാനായ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഈ സുബ്ഹാന റബ്ബിയൽ അഅല എന്ന ദിക്ർ ചൊല്ലുന്ന ആളുടെ സിയാറത്ത് ചെയ്യാൻ വരുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരിചയപ്പെടുത്തിയത് വീഡിയോ കേൾക്കാത്തവർ നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാം ഇൻഷാ അല്ലാഹ്. അത്രയേറെ പവറുണ്ട് ഈ സുബ്ഹാന എന്ന പദത്തിന്. സുബ്ഹാന റബ്ബി എന്ന് പറഞ്ഞാൽ എന്താ? സുബ്ഹാനല്ലാഹ്, നമ്മൾ പറയുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു എന്നാണ്. ആരാണ് റബ്ബ്? ആ റബ്ബിൻ്റെ അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ പറയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവനെന്ന് സമർത്ഥിക്കലാണ്. അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ള, റബ്ബല്ലാത്ത കഴിവുള്ള ഒരാളും ഇല്ല എന്ന്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും കഴിവുണ്ട് എങ്കിൽ അത് എൻ്റെ കഴിവല്ല, അത് ആര് നൽകിയതാണ്? അള്ളാഹ് നൽകിയതാണ്. അതുപോലെ തന്നെ ഈ ലോകത്ത് കഴിഞ്ഞുപോയ, ഇനി വരാനിരിക്കുന്ന, ഈ ലോകത്ത് പടയ്ക്കപ്പെട്ട എന്തിനൊക്കെ, ഇപ്പം മലക്കുകളുടെ കാര്യം തന്നെ നമ്മൾ പറഞ്ഞു. ഈ മലക്കുകൾക്ക് വ്യത്യസ്തങ്ങളായ കഴിവുണ്ട്. മലക്കുകൾക്ക് പറക്കാൻ കഴിവുണ്ട്, രൂപം മാറാൻ കഴിവുണ്ട്, അവർ മറഞ്ഞു നടക്കുന്നവരാണ്. അവർക്ക് നിമിഷ നേരം കൊണ്ട് എത്ര വിദൂരത്തുള്ള സ്ഥലത്താണെങ്കിലും പാറിയെത്താൻ അവർക്ക് അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയൊക്കെ സ്പീഡിനെ പറ്റി പറയുന്നുണ്ട്. 7-ാം ആകാശത്ത് അർശിനോട് ചേർന്ന സ്ഥലത്ത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് സ്ഥാനമുറപ്പിച്ചത് അവിടെയാണ്. ആ സ്ഥലത്ത് നിന്നും മഹാന്മാരായ അമ്പിയാക്കൾക്ക് ഒരു ആവശ്യം വന്ന ഘട്ടത്തിൽ ഞൊടിയിടയിൽ അത്ര വിദൂരത്ത്, കിലോമീറ്ററുകൾ, എത്രയോ ഘാതങ്ങൾ വിദൂരത്ത് നിൽക്കുന്ന മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നിമിഷ നേരം കൊണ്ടാണ്, ഇപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീയിലേക്ക് എറിയുന്ന രംഗം, ഒരു അമ്പ് പാഞ്ഞ് വില്ലിൽ നിന്നും വിട്ട് അതിൻ്റെ സ്ഥാനത്തേക്ക് എത്തുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ. ആ ഗ്യാപ്പിനുള്ളിലാണ് ഈ ആരെത്തിയത്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എത്തിയത്. വന്ന് ചോദ്യം ചോദിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന്. ഇബ്രാഹിം നബിയുടെ മറുപടിയും വന്നു, അള്ളാഹിൻ്റെ മേൽ തവക്കുലാക്കിയിട്ടുണ്ട്, പോയിക്കോളാൻ. നോക്കൂ നിങ്ങൾ. അപ്പോൾ നിമിഷ നേരം കൊണ്ട് പാറിയെത്താൻ ഇതേ സ്പീഡിൽ തന്നെയാണ് മഹാനായ യൂനുസ് ബിൻ മത്ത അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഭദ്രമായിട്ട് മത്സ്യത്തിൻ്റെ വയറ്റിലേക്ക്, ആ കപ്പലിൽ നിന്നും കടലിലേക്ക് വീഴേണ്ട ഗ്യാപ്പേ ഉള്ളൂ, എന്നാൽ ആ ഗ്യാപ്പിനുള്ളിൽ ഭദ്രമായിട്ട് എന്ത് ചെയ്തു? മത്സ്യത്തിൻ്റെ വയറ്റിൽ എത്തിച്ചു കൊടുത്തത്. ഇതേ സ്പീഡിൽ തന്നെയാണ് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിണറ്റിൽ നിന്നും താങ്ങിയെടുത്തത്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കിണറ്റിലേക്ക് എറിഞ്ഞു. വലിയ ആഴമൊന്നുമില്ലാത്ത കിണറാണ്, പക്ഷേ ആ കിണറിലേക്ക് വീണ് അടിയിലെത്തുന്നതിന് മുമ്പായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചിറക് വിരിച്ചു കൊടുത്തു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും, ഹദീസുകളിൽ കാണാം. നമുക്ക് അപ്പം അത്ര സ്പീഡിൽ, വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കഴിവുകൾ കൊടുത്ത മഹാന്മാരായ അംലാക്കുകൾ, ഈ മലക്കുകൾ അവരുടെ ജീവിതത്തിൽ പതിവായി ചെയ്തിരുന്നതാണ്, അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ദിക്റാണ്. അപ്പോൾ ഈ മലക്കുകൾക്കൊക്കെ, ഈ മലക്കുകളെ പടയ്ക്കാനും അതുപോലെ ഈ മലക്കുകളെ സംരക്ഷിക്കാനും ഇവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും ഒക്കെ കഴിവുള്ള യജമാനനായ റബ്ബ്, ആ റബ്ബിനെ വാഴ്ത്തിക്കൊണ്ട് സുബ്ഹാനല്ലാഹ്, സുബ്ഹാന റബ്ബി, അള്ളാഹുവിന് പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവനാകുന്നു ഏറ്റവും വലിയ പരിശുദ്ധൻ. ഇത് പറയാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, ആത്മാർത്ഥമായി പറയാൻ കഴിഞ്ഞാൽ അയാളുടെ കാര്യം അള്ളാഹു വിജയിപ്പിച്ചു തരും. അള്ളാഹു അത്തരത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് തരട്ടെ, നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്.
ഈ ഒരു അമൽ നമ്മൾ ചെയ്യലോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അവർ ചെയ്യുന്നതിൻ്റെ കൂലി കൂടെ നമുക്ക് കിട്ടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.